പ്രചരണത്തിന് ഇറങ്ങിയിട്ട് രണ്ടാഴ്ചയായി. ജീവിതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? തെരഞ്ഞെടുപ്പ് പ്രചരണം എപ്പോഴും ഒരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസാണ്. കാര്യം ഇപ്പം സാധാരണ സമയമല്ല ഇത്. ഇപ്പം ഏകദേശം 15 ദിവസമായിട്ട് എല്ലാ ദിവസവും രാവിലെ 6:30-7 മണി തൊട്ട് ഇൻ്ററാക്ഷൻ പ്രോഗ്രാംസ് തുടങ്ങും. അവസാനം ഇപ്പം തന്നെ എല്ലാ ദിവസവും ഒരു 11 മണി വരെ കണ്ടിന്യൂസ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇപ്പം 7 നിയോജന മണ്ഡലങ്ങളുണ്ട്. അതെല്ലാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടെറൈനുമാണ്. ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. ഒരു വീടുകൾ തമ്മിലായാലും ഓരോ സ്ഥലങ്ങൾ തമ്മിലൊക്കെ വലിയൊരു ഡിസ്റ്റൻസ് ഉള്ളൊരു സ്ഥലമാണത്. കാരണം ഒരുപാട് സമയം ഇപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വിശ്രമിക്കാൻ കഴിയില്ല. ആരോഗ്യം ഈ അടുത്ത 1 മാസം കൊണ്ട് വലിയ രീതിയിൽ ക്ഷീണാവസ്ഥയിലേക്ക് പോകും അല്ലേ? അതല്ലെങ്കിലും ഞാനൊരു വർക്കഹോളിക്കാണത്. കാരണം ഒരുപാട് സമയം എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ സാധാരണ വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്നൊരു വ്യക്തിയാണ്. അത്രയ്ക്ക് നേരത്തെ എണീക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഇവിടെ അത് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഭക്ഷണമൊക്കെ പരമാവധി സമയത്ത് കഴിക്കാനും ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കഴിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും മകനും വ്യത്യസ്ത പാർട്ടിയുടെ പ്രതിനിധികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല താനും. അപ്പം ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കുടുംബാംഗങ്ങൾ പ്രചരണത്തിന് ഇറങ്ങും. പലയിടങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അമ്മയെങ്കിലും പത്തനംതിട്ടയിൽ വരുമോ? നമ്മുടെ വീട്ടിലെ രീതി വേറെയാണ്. ഇപ്പം പപ്പ തെരഞ്ഞെടുപ്പിൽ നിന്ന സമയത്ത് പോലും നമ്മുടെ വീട്ടിലാരും പ്രചരണത്തിനൊന്നും പോയിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടികളുടെ വീട്ടിലൊക്കെ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പ്രചരണത്തിന് പോകുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രചരണ രംഗത്തേക്ക് പത്തനംതിട്ടയിലേക്ക് ആരെയും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ എങ്കിലും ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ അമ്മയോ സഹോദരനോ അച്ഛനോ ഒക്കെ അന്വേഷിക്കാറുണ്ടോ? അങ്ങനെ രാഷ്ട്രീയ കാര്യമൊന്നും ആരും ചോദിക്കാറില്ല. ഒരുപാട് നാൾ പ്രചരണത്തിനുണ്ട്. അപ്പം ആ സമയത്ത് ഇപ്പം ഹെൽത്ത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ആവശ്യത്തിന് ഈ പറഞ്ഞ താങ്കൾ എന്നോട് ചോദിച്ച പോലെ സമയത്ത് ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ഇതൊക്കെ പറയാറുണ്ട്. അതല്ലാതെ വേറൊന്നും പറയാറില്ല. മാത്രമേ സംസാരിക്കാറുള്ളൂ. അങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ദേശസ്നേഹിയായിട്ടുള്ള ആരും ആൻഡോ ആൻ്റണിക്ക് വേണ്ടി പ്രചരണത്തിന് വരില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ വ്യക്തിബന്ധങ്ങൾ പത്തനംതിട്ടയിൽ അങ്ങേക്ക് എത്രത്തോളം ഗുണകരമാവും? ഇവിടെ 50 കൊല്ലം പാർലമെൻറ്റേറിയൻ ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ്. അത് എല്ലാവരുമായിട്ടും ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനങ്ങനെ കോൺഗ്രസ്സുകാരെ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് വേണ്ടി അവരെ കേന്ദ്രീകരിച്ചല്ല ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാവരും 15 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. എല്ലാ വോട്ടർമാരിലേക്കും റീച്ച് ഔട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. ഇവരെല്ലാവരും പൊതുവെ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിരവധി നേതാക്കൾ മറ്റ് പാർട്ടികൾ വിട്ട് BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കൂടുതൽ പേര് വരുമെന്നുള്ളതാണ് പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നത്. അങ്ങനെ മറ്റ് പാർട്ടികൾ വിട്ട് BJPയിലേക്ക് വരുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമാനങ്ങളും പരിഗണനയൊക്കെ തന്നെ ലഭിക്കുന്നു. അതേസമയം പാർട്ടിയിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വന്ന ആളുകൾക്ക് ആ പരിഗണന ലഭിക്കുന്നില്ല. പ്രതികരണം വന്നത് CK പത്മനാഭൻ്റെ ഭാഗത്തു നിന്നാണ്. ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ദേശീയ നേതൃത്വമാണ്. ഈ ദേശീയ നേതൃത്വം ഈ പാർട്ടിയെ ഇപ്പം 2009 വളരെ നല്ല പ്രകടനമല്ലാത്തൊരു പാർട്ടിയെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാക്കിയ നേതൃത്വമാണ്. അപ്പോൾ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അങ്ങേക്ക് പത്തനംതിട്ടക്കാർ അവസരം വെക്കട്ടെ. താങ്ക് യു.